ISL കഴിഞ്ഞ മത്സരത്തിൽ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ 59ാമത്തെ മിനിറ്റിൽ ഗോൾ വഴങ്ങിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തോൽവിയിലേക്കാണോ പോകുന്നത് എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുന്നു, വീണ്ടും ഒരു തോൽവി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നു എന്ന ആശങ്കയായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് കേവലം 4 മിനിറ്റുകൾക്കകം കളിയുടെ ഗതി തിരിച്ചുവിടുന്ന ആ ഒരു ഗോൾ നോഹ സദോയ് നേടിയത്. ശരിക്കും നോഹ സദോയ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന്റെ വ്യക്തിഗത മികവ് വിളിച്ചോതുന്ന ഒരു ഗോളായിരുന്നു. ഒറ്റയ്ക്ക് മുന്നേറി അതിവേഗമായൊരു നീക്കത്തിനൊടുവിൽ ഈസ്റ്റ് ബംഗാൾ പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് ഒരു തകർപ്പൻ ഷോട്ട്. അതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ജീവവായുവായി മാറിയത്. പിന്നീട് കളിയിലേക്ക് തിരിച്ചു വന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടി വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോൾ നോഹ സദോയ് എന്ന് പറയുന്ന പ്ലെയർ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം വളരെ നിർണായകമാകുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഡ്യൂറൻ കപ്പിലൊക്കെ നോഹ സദോയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. 2 ഹാട്രിക്കുകളൊക്കെ അദ്ദേഹം നേടിയിരുന്നു. മുംബൈ സിറ്റിക്കെതിരെ ഹാട്രിക് ഒക്കെ നേടിയിരുന്നു. അപ്പം സദോയ് എന്ന് പറയുന്ന ഒരു പ്ലെയർ എത്രത്തോളം മികവുള്ള ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം ISL കഴിഞ്ഞ 2 സീസണുകളിലെ സദോയുടെ ട്രാക്ക് റെക്കോർഡ് മാത്രം മതി. ഗോവയുടെ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ച പ്ലെയർ ആയിരുന്നു നോഹ സദോയ്. നോഹ സദോയ് 43 ISL മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് ഗോവയ്ക്ക് വേണ്ടി നേടിയത്. അത് തന്നെ ആ ഒരു താരത്തിന്റെ ഒരു മികവ് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. പിന്നെ നോഹ സദോയ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടീമിൽ ഒരു എക്സ്ട്രാ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലൂണയുടെ അഭാവത്തിൽ ഒരു പ്ലേ മേക്കറുടെയും ഒരു ക്രിയേറ്ററുടെയും റോളാണ് പലപ്പോഴും നോഹ സദോയ് ചെയ്യുന്നത്. നോഹ സദോയ് ബേസിക്കലി ഒരു ലെഫ്റ്റ് വിങ്ങർ ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഫോർവേഡ് എന്നുള്ള രീതിയിൽ ഏത് പൊസിഷനിലും കളിക്കാനുള്ള മികവുണ്ട്. ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ഒരുപോലെ മികവുള്ള താരമാണ് നോഹ സദോയ്. അദ്ദേഹത്തിന്റെ അതിവേഗമായുള്ള കൗണ്ടർ അറ്റാക്കുകൾ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. പിന്നെ ക്രോസുകളാണെങ്കിലും നല്ല രീതിയിൽ ബോക്സിനുള്ളിലേക്ക് പന്തെത്തിക്കാനും ക്രോസുകൾ നൽകാനും അദ്ദേഹത്തിന് ഒരു വൈഭവം തന്നെയുണ്ട്. പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്ത് വരികയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ട പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണ്. അപ്പം ലൂണ കൂടി വരുമ്പോൾ, അഡ്രിയാൻ ലൂണ കൂടി വരുമ്പോൾ നോഹ സദോയും അഡ്രിയാൻ ലൂണയും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ അതൊരു ഡെഡ്ലി കോമ്പിനേഷനായി മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട. അത്ര വിഷനും കൃത്യമായിട്ടുള്ള മികവുമുള്ള 2 പ്ലേയേഴ്സ് വരുമ്പോൾ കളിയുടെ ഒരു നിയന്ത്രണം ഇവർ രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലൂണയുടെ ഒരു തിരിച്ചുവരവ്, പ്രത്യേകിച്ച് ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും നോഹ സദോയ് മുന്നേറ്റ നിരയിൽ കളിക്കുകയാണെങ്കിൽ ഇവർ തമ്മിലൊരു കോംബോ വർക്കൗട്ട് ആവുകയാണെങ്കിൽ എതിർ പ്രതിരോധ നിരക്ക് നല്ല തലവേദനയായിരിക്കും ഉണ്ടാവുക. ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും വലിയൊരു സാധ്യതയാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ വരാൻ പോകുന്നത്. നോഹ സദോയ് എന്ന് പറഞ്ഞാൽ മൊറോക്കോയ്ക്കൊക്കെ വേണ്ടി കളിച്ച പ്ലെയർ ആണ്. അദ്ദേഹം മൊറോക്കോയ്ക്ക് വേണ്ടി 4 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2020 ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻഷിപ്പ് മൊറോക്കോ നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന പ്ലെയർ ആണ് നോഹ സദോയ്. സെമിയിലും ഫൈനലിലും സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങിയ താരമാണ്. അതുകൂടാതെ തന്നെ രാജ കസാബ്ലാങ്ക, പിന്നെ മക്കാബി ഹൈഫ എന്നീ പ്രമുഖ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലാണ് അദ്ദേഹം വളർന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് റെഡ് ബുൾസിന്റെ അക്കാദമിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു താരമാണ് നോഹ സദോയ്. ഇപ്പൊ നോഹ സദോയ് ലൂന കൂടെ വരുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹ സദോയ് കുറച്ചും കൂടെ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആവും. പലപ്പോഴും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു അമിതമായുള്ള ഭാരമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് സ്വതസിദ്ധമായ രീതിയിൽ കളിക്കാൻ സാധിക്കും. ഫൈനൽ തേർഡിൽ അല്ലെങ്കിൽ എതിർ ടീമിന്റെ ബോക്സിൽ ശരിക്കും ഒരു വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും ഒരു അപകടം വിതയ്ക്കാനും നോഹ സദോയ്ക്ക് സാധിക്കും. ലൂണ നോഹ സദോയ് ആ ഒരു കോമ്പിനേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പൊ അടുത്ത മത്സരത്തിൽ ഇപ്പം നിലവിൽ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള എവേ മത്സരത്തിൽ ലൂണ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും. അവരുടെ ഒരു കളി കാണാനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ നോഹ സദോയുടെ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ സീസണിൽ വലിയൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമൊന്നും വേണ്ട. കാരണം ആ രീതിയിലുള്ള റിസൾട്ടാണ് ആസ് ഓഫ് നൗ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും ഉള്ള മത്സരങ്ങൾ, അതായത് വരും മത്സരങ്ങളിലും നോഹ സദോയെ മുൻനിർത്തിയും പിന്നെ അഡ്രിയാൻ ലൂണ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ആ ഒരു ഗെയിമൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ടീം അംഗങ്ങളും കോച്ചിങ് സ്റ്റാഫും എല്ലാം. ആരാധകരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.